യൂട്യൂബറും സിനിമ PROയുമായ റിൻസി മുംതാസ് MDMAയുമായി പിടിയിലായ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 4 ഗ്രാം MDMAയുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്തെ MJ റെസിഡൻസിയിൽ വെച്ചാണ് റിൻസിയെ പോലീസ് പിടികൂടിയത്. യുവ സിനിമാ താരങ്ങളടക്കമുള്ളവരുമായി അടുത്ത ബന്ധമുള്ളയാളാണ് റിൻസി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ MDMAയുമായി റിൻസി മുംതാസ് പിടിയിലായിരുന്നു. വാഴക്കാല സ്വദേശി മുഹമ്മദ് റിഷാഖ്, ആലുവ സ്വദേശി അഭിജിത്ത്, നൂറാട് സ്വദേശി ബിജു എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നത്. ലഹരി ഉപയോഗിക്കാനും വിൽക്കാനുമാണ് ഇവർ മുറിയെടുത്തതെന്നാണ് വിവരം. ഉപയോഗിക്കാനായി കൈവശം വെച്ചിരുന്ന MDMA ആണ് കണ്ടെടുത്തത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ റിൻസി മുംതാസ് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകർക്കെല്ലാം സുപരിചിതയാണ്, PROയാണ്, യൂട്യൂബറാണ്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വർഷവും റിൻസിയെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ പിടികൂടിയിരുന്നു. ഇപ്പോൾ തുടർച്ചയായി 2ാം തവണ പിടിയിലാകുന്നു. വലിയ ഒരു ഈ ലഹരി മാഫിയുമായി ബന്ധമുള്ള ആളാണോ റിൻസി? അതോടൊപ്പം ഈ സിനിമാ മേഖലയിൽ, സിനിമാ ലൊക്കേഷനുകളിലൊക്കെ ലഹരി എത്തിക്കുന്നതിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും പങ്കുണ്ടോ? നിലവിൽ പോലീസിൻ്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ടോമ, ഈ കേസിൽ കഴിഞ്ഞ ജൂലൈയിൽ അറസ്റ്റിലായതിനു ശേഷം പിന്നീട് റിമാൻഡ്, മറ്റ് നടപടികൾ, കോടതി നടപടികൾ, കാര്യങ്ങൾ നിയമ നടപടികളുമായിട്ടെല്ലാം തന്നെ പോകുമ്പോൾ ഉടൻ തന്നെ അടുത്ത കേസിൽ ഏതാണ്ട് ഒരു 7 മാസം കഴിയുമ്പോൾ, 8 മാസം കഴിയുമ്പോഴേക്ക് അടുത്ത കേസിൽ പിടിയിലാകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇവർ ഇതെല്ലാം സ്ഥിരം കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ രംഗത്തെ, വിപണന രംഗത്ത്, ലഹരി വിൽപ്പന രംഗത്തെല്ലാം തന്നെ വളരെ കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. റിൻസിക്കൊപ്പം മറ്റ് 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. റിൻസി സിനിമാ മേഖലയിലെല്ലാം അറിയപ്പെടുന്ന ഒരാളാണ്. ഇതിൻ്റെ ഒരു PRO ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. വളരെ അടുത്ത ബന്ധം സിനിമാ താരങ്ങളുമായിട്ടും അണിയറ പ്രവർത്തകരുമായിട്ടെല്ലാം തന്നെ ഇവർക്കുണ്ട്. ആദ്യ തവണ ജൂലൈയിൽ അറസ്റ്റിലാകുമ്പോൾ തന്നെയും അത്തരം ചില ബന്ധങ്ങളിലേക്കെല്ലാം ചില ചോദ്യം ചെയ്യലുകളും കാര്യങ്ങളും എല്ലാം തന്നെ കടന്നു വന്നിരുന്നു. പക്ഷെ പിന്നെയും പല കേസുകളിലെ പോലെ തന്നെയും അതും ആ ഒരു വഴിക്ക് അങ്ങ് പോവുകയായിരുന്നു. ഇപ്പോൾ 2ാമതും പിടിയിലായിരിക്കുന്നു. ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത ഹോട്ടലിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഈ ഹോട്ടലിൽ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ഇവരൊരു രീതി എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് മുറി എടുക്കുക, ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഹോട്ടലിൽ മുറി എടുക്കുക, പിന്നീട് പല ഇടപാടുകാരെയും അവിടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവർ അടുത്ത ഇടങ്ങളിൽ മുറിയെടുക്കുക, അങ്ങനെ ഒരു കൂട്ടമായൊരു ഉപയോഗം, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വിൽപ്പന, ഇതെല്ലാമാണ്. ആ രീതിയിലാണ് ഇവർ ഈ ലഹരി വിൽപ്പന നടത്തുന്നത്. കൂടിയ വിലയ്ക്കായി ഇത്തരം കാര്യങ്ങൾ വിൽപ്പന നടത്തുക, അത്തരം ആ ഒരു സൗകര്യങ്ങളുള്ള ഒരു ഹോട്ടൽ, അതായത് വലിയ ആഡംബര സൗകര്യങ്ങളുള്ളൊരു ഹോട്ടലിലടക്കമാണ് ആ മുറിയെടുത്ത് വിൽപ്പന നടത്തുക, സംശയിക്കാതിരിക്കാൻ. അങ്ങനെ പോകുന്നതാണ് ഇവരൊരു പ്രവർത്തന രീതിയെല്ലാം പറയുന്നത്. 4 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് ആ സമയത്ത് കണ്ടുപിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടിയ അളവിലെല്ലാം തന്നെ ഇത് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ. പോലീസ് പറയുന്നത് ഇത് സ്ഥിരമായി ഇവർക്കൊരു റാക്കറ്റ്, ഇവർ പ്രവർത്തിക്കുന്നു, ഇവർക്ക് സ്ഥിരം വിൽപ്പനക്കാരുണ്ട്, ഇവർക്ക് മറ്റ് ആളുകളുമായിട്ട്, മറ്റ് ഇടങ്ങളുമായിട്ട് സിനിമയ്ക്ക് പുറമേയുള്ള നിരവധിയായ ബന്ധങ്ങൾ ഇവർക്കുണ്ട്. അവർക്കെല്ലാം ലഹരി എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഇടപാടുകാരായിട്ട് തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. റിൻസി അതിലെ ഒരു സുപ്രധാനമായ കണ്ണിയാണ്. അവരാണ് പുറമേ നിന്നുള്ള ഇടപാടുകാരെ, ഇത് വാങ്ങിക്കാനെത്തുന്നവരെല്ലാം കണക്ട് ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് റിൻസി എന്നാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ഇനിയും ഇത് ഗൗരവമുള്ള ഒരു കേസ് കൂടിയല്ലേ. പോലീസ് ഇത് ഏതൊക്കെ തലങ്ങളിലാണ് അന്വേഷണം നടത്തുന്നത്? സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? അതോടൊപ്പം ആരാണ് ഇവർക്ക് ലഹരി നൽകുന്നത്? ഏതൊക്കെയാണ് ഇവരുടെ ഈ വിപണന കേന്ദ്രങ്ങൾ? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇത് വിൽക്കുന്നത്? ഇത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ ഡാനി? അങ്ങനെയാണ് പോലീസിൻ്റെ ഒരു അന്വേഷണം പോകുന്നത്. കഴിഞ്ഞ തവണയും നമുക്കറിയാം ഇത്തരം അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. ജൂലൈയിൽ അറസ്റ്റിലാകുമ്പോൾ ആ രീതിയിലേക്ക് പലരെയും വിളിച്ചു വരുത്തുന്നു, ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളുണ്ടാകുന്നു. പക്ഷേ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ഇത് കൈവശം വയ്ക്കുമ്പോൾ ഉള്ള ഒരു അറസ്റ്റ് എന്നതിനേക്ക് അപ്പുറത്തേക്ക് ഗൗരവതരമായിട്ട് ഇതിൻ്റെ ഇടപാടുകാരെ കണ്ടെത്തുക, പിന്നീട് ഇതിൻ്റെ ഒരു തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, സാങ്കേതികപരമായ പ്രശ്നങ്ങളുണ്ട്, കോടതിയിൽ തിരിച്ചടിയാവുന്ന കാര്യങ്ങളുണ്ട്, തെളിവുകളുടെ അപര്യാപ്തതയെല്ലാം. അപ്പോൾ ഇതെല്ലാം ഇത്തരം കേസുകളിലെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ അന്വേഷണ സംഘത്തിന് ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ കേസുകളിലെല്ലാം തന്നെ അത് തന്നെയാണ് സംഭവിച്ചത്. കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. മറ്റു പലരെയും ഈ ഫോൺ ഇവരെ പരിശോധിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും ഇവർക്ക് സിനിമാ രംഗവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ അത്തരം പല ഫോൺ കോളുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം എന്ന രീതിയിൽ തന്നെയാണ്
പോകുന്നതും അത് സംബന്ധിച്ചുള്ള വിശദീകരണവും അവരുടെ ഭാഗത്തു നിന്ന് അത് തന്നെയായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പോലീസ് ശ്രമിച്ചിരുന്നു ആ കേസിൽ. ഈ കേസിലും സമാനമായ രീതിയിൽ തന്നെയാണ്. കാരണം സിനിമാ രംഗവുമായെല്ലാം ഇവർക്ക് അടുത്ത ബന്ധമുണ്ട്. ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് ഈ കഴിഞ്ഞ ഇടങ്ങളിൽ ഇവർ ഇതിനു മുൻപ് ഈ രീതിയിലുള്ള മുറിയെടുത്ത ഇതുപോലെ വിൽപ്പന നടത്തിയിട്ടുണ്ട്, അവിടെ വന്നവരാരൊക്കെയാണ്, ഇടപാടുകാർ ആരൊക്കെയായിരുന്നു എന്നതെല്ലാം തന്നെ വിശദമായിട്ട് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ അടുത്തിടെ 2 കേസുകളിലായിട്ടാണ് ഇപ്പോൾ തുടരെയായിട്ട് ഇവർ പിടിയിലാവുന്നത്. ഈ സംഘവും വളരെ ഈ രംഗത്ത് തന്നെ ഉള്ളവരാണ്. അതുകൊണ്ട് പോലീസ് ഇടപാടുകാരിലേക്കും അതോടൊപ്പം തന്നെ ഇവർക്ക് ലഹരി എത്തിച്ച് നൽകുന്നവരിലേക്കും കൂടിയുള്ളൊരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പിടിയിലായവർ നിലവിൽ റിമാൻഡിൽ തുടരുകയാണ്. ടോം. യെസ് ഡാനി, അതോടൊപ്പം ഈ റിൻസിയുടെ ബന്ധങ്ങൾ സിനിമാ മേഖലയുമായി സിനിമയിലെ ഒരു PRO ആയി പ്രവർത്തിക്കുന്നുണ്ട്. സിനിമാ താരങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ? അവർക്ക് കാരണം നമുക്കറിയാം ഈ ഒരു കാലത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളേറെ ചർച്ച ചെയ്തതാണ് സിനിമാ മേഖലയിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയിലെ ലഹരി ഇടപാടുകൾ, യുവ താരങ്ങൾ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും പുറത്തു വന്നതാണ്. അവരുമായി റിൻസിക്കുള്ള പങ്ക്, അതാരൊക്കെയാണ് റിൻസിയുമായി സ്ഥിരം ബന്ധപ്പെടുന്നത്, അതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ടോം, അന്വേഷിക്കുന്നുണ്ട്. ആദ്യ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂലൈയിൽ ഉണ്ടായിരുന്ന കേസിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ ഇതിൽ ഇവർ സിനിമാ PR രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പലരുമായും ഇവർക്ക് സൗഹൃദങ്ങളുണ്ട്. പലരെയും ഫോണിൽ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അത് ഈ സിനിമയുടെ പ്രൊമോഷൻ വർക്കും മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് ഉള്ളതാണെന്നാണ് അവർ നൽകിയിരിക്കുന്ന വിശദീകരണവും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ താരങ്ങളെ വിളിച്ചിട്ടുള്ള അവരും തിരിച്ചും നൽകിയിരിക്കുന്ന പോലീസ് അന്വേഷണത്തിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളും അതാണ്. ഇതിനിടയിൽ ഇവർ ലഹരി ഇടപാടുകാരാണോ, ഇവർ ലഹരി വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി ഒരു തെളിവ് സഹിതം പോകാനായിട്ട് പോലീസിന് സാധിച്ചിരുന്നില്ല, അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഈ ലഹരി കേസുകളിൽ അടക്കം നേരിടുന്നൊരു പ്രധാന പ്രതിസന്ധിയും അന്വേഷണ സംഘത്തിന് അത് തന്നെയാണ്. കാരണം ഒരാളെ വിളിച്ച് സംസാരിക്കാം, അതിലെന്തായിരിക്കാം, അത് ലഹരി ആണ് ഇടപാട് എങ്കിൽ അത് തെളിവ് സഹിതം പിടികൂടുക എന്നതെല്ലാം തന്നെയാണ് ഈ കേസിനെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. ഇത്തരം തെളിവ് സഹിതം പിടികൂടുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതിന് ഇത്തരം ഈ ഇടപാടുകാരെ കണ്ടെത്തി അവരോട് ചോദ്യം ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലേക്ക്, നിസ്സഹായ അവസ്ഥയിലേക്ക് അങ്ങേയറ്റം അന്വേഷണ സംഘം. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരണം നൽകിയത്. ആരാണ് റിൻസി മുംതാസ്, ഇവരുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, സിനിമയിൽ വെറൊരു PRO മാത്രമാണോ, ഇനി PRO എന്ന അതിൻ്റെ മറവിൽ, PRO പ്രവർത്തനത്തിൻ്റെ മറവിൽ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നോ? യൂട്യൂബറും അതോടൊപ്പം മോഡലുമായി അറിയപ്പെടുന്ന വ്യക്തിയാണ് റിൻസി മുംതാസ്. പക്ഷേ തുടർച്ചയായി 2ാമത്തെ തവണയാണ് ഇപ്പോൾ റിൻസി MDMAയുമായി പിടിയിലാവുന്നത്. ഈ ലഹരി മാഫിയയുടെ കണ്ണിയാണോ റിൻസി തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണം ആവശ്യമാണ്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.